നീ ആനയെ കുളിപ്പിച്ചോണ്ട് പെട്ടി സാധനങ്ങൾ താത്തു വെക്കടാ. ഓ ശരി. എടാ മറ്റവന്മാരെ ഈശമറി യോസപ്പേ എസ്റ്റേറ്റിന് എത്തിയോ? ചെവി പഞ്ഞു വെച്ചോ, ഇന്ന് തെറിയുടെ പൂരായിരിക്കും. അയ്യോ എവിടെയാണ് നിന്റെയൊക്കെ മാപ്പിളമാര്? അച്ഛൻ ഷേവ് ചെയ്തോണ്ടിരിക്കുക. അവന് പറ്റിയ പണി അതൊക്കെ തന്നെയാ. ഞാൻ അങ്ങാടിയിൽ അവനൊരു പുതിയ കടയിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വടക്കേങ്ങാടിക്കാരെ മൊത്തം അവൻ ചെരക്കട്ടെ. വടക്കേങ്ങാടിക്കാര് പെരുന്നാൾ കൊണ്ടുപോയി ആൻഡോച്ചാൻ എന്ത് പഠിച്ച്? എടീ വക്കീല് പണി നിന്റെ കെട്ടിയവൻ പോളച്ചനല്ലേ, നിനക്കല്ലല്ലോ. എന്റെ മോള് വെറുതെ ലോ പോയിന്റ് എടുത്ത് അപ്പനെടുത്ത് കടുക് വറക്കാൻ നിക്കല്ലേ. ദേ വരുന്നു പൊണ്ണാപ്പി. എടാ ഏതായാലും നീ ചെരച്ച് ആ മീശം കൂടെ അങ്ങോട്ട് ചെരച്ച് കളയടാ. എന്നിട്ട് സാരി എടുത്തോണ്ട് കുരിശുകൂട്ടുകാരെ മുറ്റമടിക്കാൻ പോ. ആണോന്നും പറഞ്ഞ് നടക്കുന്നു. അപ്പൊ നോക്കിയോ, ഈ പ്രാവശ്യത്തെ പെരുന്നാൾ അവര് മനസമാധാനത്തോടെ നടത്തില്ല. പെരുന്നാള് നമ്മൾ പൊളിക്കും. പിന്നെ ഒലത്തും. നിനക്ക് ആ വാവയുടെ കയ്യിൽ നിന്ന് കിട്ടിയൊന്നും പോരായിരിക്കും. എടാ അവൻ ഇപ്പോഴും അമ്മയുടെ മടിയിൽ കിടക്കുന്ന പോത്തനാണെങ്കിലും അവന്റെ ഓരോ ഇടിയും ഒരു 1.5 കിൻഡൽ വരും. പണ്ടൊന്നും കിട്ടിയതിന്റെ അനുഭവം വെച്ച് പറയുന്നതാ. എന്റെ മോൻ വെറുതെ നെഞ്ചും കൂടി തകർക്കാൻ പോണ്ട. അപ്പൻ ആളെ ഇറക്കും, അവനെ മറിക്കാൻ പറ്റിയ കൊമ്പന്മാരെ ഇറക്കും. ഈ പ്രാവശ്യത്തെ പെരുന്നാൾ അവര് നടത്തണമെങ്കിൽ നടത്തട്ടെ, വെറുതെ എന്തിനാ വഴക്കിന് പോകുന്നത്? എടാ ആൻഡോച്ചാ, ഇവിടെ നീ തൊഴിക്കുവോ അതോ ഞാൻ തൊഴിക്കണോ? ഇവളെ ഞാൻ നീ പൊടിയാത്ത്. പിശാചു മോറികള്. എന്താ ഇന്നല്ലേ ആ മീൻചന്തലെ തല്ല് കേസിന്റെ വിധി? അതെ. ഈ കേസിലെങ്കിലും നമ്മൾ ജയിച്ചില്ലെങ്കിൽ ആ പോളച്ചം വക്കീലെ ഇന്ന് ഞാൻ കൊല്ലും. ഒരിടത്ത് പോത്തമ്പാവ, ഇവിടെ 2 വെട്ടുപോത്തുകളും. അപ്പ എത്തിയിട്ടുണ്ട്. എന്റെ മാലാഹ കുഞ്ഞു ആ കുട്ടിപ്പിശാചും വരുന്നുണ്ടെന്ന് തോന്നുന്നു. മോനെ പോളച്ചം വക്കീലേ, കേസിൽ നമ്മൾ ജയിച്ചോടാ. കേസാവുമ്പോ ജയവും തോൽവിയൊക്കെ ഉണ്ടാവും. അപ്പൊ തോറ്റൂന്ന് സാരം. എടാ നീ പഠിച്ചതും ഇവള് പഠിച്ചതും ഒരേ പുസ്തകം തന്നെയല്ലേ? എന്നിട്ട് ഒരു കേസിലെങ്കിലും ഇവിടെ തോപ്പിക്കാൻ നിനക്ക് പറ്റിയിട്ടുണ്ടോടാ മരക്കിഴങ്ങ? എന്നാ ചൂടാടിയത്? നിനക്കൊന്ന് ആറ്റിട്ട് കൊണ്ടുവന്നൂടെ? അതേടാ ചൂട് കൂടുവടാ, ചൂട് കൂടും. കേസിൽ തോക്കുമ്പോ ചൂട് കൂടും. കൊച്ചേട്ടൻ അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. നല്ല ആർഗ്യുമെന്റ്സ് ആയിരുന്നു. പലപ്പോഴും ഞാൻ വെള്ളം കുടിച്ചു പോയി. പിന്നെ എന്റെ ദൈവാധീനം കൊണ്ട് തെളിവുകൾ എനിക്ക് അനുകൂലമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ജയിച്ചതും കുരിശ് വീട്ടിൽ വാവയെ കോടതി വെറുതെ വിട്ടതും. തേയിലയും ചെമ്മീനും കച്ചവടം നടത്തുന്ന അപ്പന് ഇന്ത്യൻ പീനൽ കോഡിലെ ലൂപ്പ് ഹോളിനെ കുറിച്ച് വല്ലതും അറിയാവോ? അതേടാ, അപ്പൻ ചെമ്മീനും തേയിലയും വിറ്റ് അങ്ങ് താഴേന്ന് വന്നതാ. അപ്പനെ ഈ വയസ്സുകാലത്ത് പൊന്നുമ്പോ നിയമത്തിന്റെ ഹോൾ പഠിപ്പിക്കാൻ വരല്ലേ. എടാ കിഴങ്ങേശ്വര, പീനൽ കോൾ അറിയത്തില്ലെങ്കിലും നിന്റെ പൈനൽ കോൾ എനിക്കറിയാം. ചവിട്ടിയാൻ നടുപൊടിക്കും. അപ്പനൊന്നും മിണ്ടായിരുന്നേ. അല്ല പിന്നെ തോറ്റം വന്ന് ചൊറിയുന്നത് കണ്ടില്ലേ? മോൻ തോറ്റാലും മോള് ജയിച്ചില്ലേ? അവളെ കൊണ്ടാകാവുന്ന പണി അവളും തന്നേച്ചു പോയി. മോളെ, നീ വക്കീല് പണിയിൽ മിടുക്കത്തിയായി കാണുന്നതിൽ അപ്പന് സന്തോഷമുണ്ട്. പക്ഷേ നിന്റെ ഓരോ മിടുക്കിലും അപ്പന്റെ ശത്രുക്കളാ വളരുന്നത്. അവരൊക്കെ എന്നാ ശത്രുക്കളായത്? നമ്മൾ പാട്ടത്തിനെടുത്ത കൃഷിഭൂമി സംബന്ധമായ കേസും തർക്കമൊക്കെ തുടങ്ങിയതിനു ശേഷമല്ലേ? അതിനു മുൻപ് ഒരേ കുടുംബം പോലെ കഴിഞ്ഞവരാ. ആവശ്യമില്ലാത്ത തർക്കവും മത്സരമൊക്കെ തുടങ്ങി അതിപ്പോ അങ്ങ് പള്ളി പെരുന്നാൾ വരെ എത്തി. സത്യം പറഞ്ഞ പുലിക്കാട്ടിലെ പെണ്ണ് കുരിശു വീട്ടുകാരുടെ കുടുംബ വക്കീലായിട്ട് നടക്കുന്നത് ഞങ്ങൾക്ക് നാണക്കേടാ. നീ ഇനി അവിടുത്തെ കേസൊന്നും എടുക്കാൻ പോണ്ട. അതെങ്ങനെ വല്യേട്ടാ? ഞാൻ പ്രാക്ടീസ് തുടങ്ങുന്നത് തന്നെ വക്കീലമ്മയുടെ ജൂനിയർ ആയിട്ടാണ്. എനിക്ക് സ്വതന്ത്രമായി കേസ് വാദിക്കാൻ അവസരം തന്നതും വക്കീലമ്മയാ. വക്കീലമ്മയുടെ കെയർ ഓഫിലുള്ള എല്ലാ കേസുകളും ഇപ്പൊ കൈകാര്യം ചെയ്യുന്നതും ഞാനാ. കുടുംബ വഴക്കിന്റെ പേരിൽ ഒരു സുപ്രഭാതത്തിൽ എല്ലാം ഇട്ടെറിഞ്ഞിട്ട് പോരാൻ എനിക്ക് പറ്റില്ല. എന്തൊക്കെ പറഞ്ഞാലും അവരെന്നെ ഗുരുസ്ഥാനത്ത് നിൽക്കുന്നവരാ. അത് അവള് പറയുന്നത് ന്യായമാ. അഡ്വക്കേറ്റ്സിന്റെ പ്രൊഫഷൻ അങ്ങനെയാ. അച്ചാരം വാങ്ങുന്നിടത്ത് നിന്ന് പൊരുതണം. എതിര് നിൽക്കുന്ന ആരാണെന്ന് നോക്കാതെ പൊരുതണം. അവളും അത്രേ ചെയ്യുന്നുള്ളൂ അല്ലേ? പക്ഷെ നിന്റെ കുരിശു വീട്ടുകാർ മത്സരം ജയിച്ചെങ്കിലും ഇത്തവണ പള്ളി പെരുന്നാൾ നടത്തുമെന്ന് നീ വിചാരിക്കണ്ട. നിന്റെ വക്കീലമ്മ ഞങ്ങളുടെ മുന്നിൽ വന്ന് മുട്ടുകുത്തുന്നത് നീ കണ്ടോ? വക്കീലമ്മ മുട്ടുകുത്തുന്ന കാണണമെങ്കിൽ കൊച്ചേട്ടൻ പള്ളിയിലെ കുർബാനയുടെ നേരത്തെ അങ്ങോട്ട് ചെന്നാൽ മതി. അല്ലാതെ അവരെ മുട്ടുകുത്തിക്കാൻ ആർക്കും സാധിക്കില്ല. അതിനുള്ള വകുപ്പൊക്കെ കണ്ടുവച്ചിട്ട് തന്നെയാണ് നിന്റെ കൊച്ചാട്ട മീൻ പിളക്കുന്നത്. അതെന്താടാ? അപ്പൊ അത് എതിർഭാഗം വക്കീലൊന്നും അപ്പുറത്തേക്ക് പോയാട്ടെ. ഇവിടെ വിശ്വസിക്കാൻ കൊള്ളൂല. ഇപ്പൊ തന്നെ ന്യൂസ് കൊണ്ട് അപ്പുറത്ത് കൊടുക്കും. വകുപ്പുകളൊക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. കുമാരൻ ചേട്ടാ, 2ാം കൊല വെട്ടണ്ടേട്ടാ. തേങ്ങയൊക്കെ ചുരുങ്ങി അടക്കാവൂലേ. വെറുതെ അല്ലേ ഇതിനെ എണ്ണക്കുരു എന്ന് പറയണത്. അതിനെന്താ പെറുക്കിക്കൂടാൻ എളുപ്പമല്ലേ? പള്ളി പെരുന്നാൾ നടത്തിക്കാതിരിക്കാൻ വീട്ടിലെന്തൊക്കെയോ ഗൂഢാലോചനകൾ നടക്കുന്നുണ്ട്. നടക്കട്ടെ. എന്റെ എങ്ങനെയാണ് ഇടി മേടിക്കേണ്ടതെന്ന് അവർ ഗൂഢമായിട്ട് ആലോചിക്കട്ടെ. നീ ഒന്നും മിണ്ടാൻ നിൽക്കണ്ട. അവര് കിട്ടണേ മേടിച്ചോ. എന്താടാ തേങ്ങ വെറുക്കണ കിഴങ്ങ്? കാര്യം എന്തൊക്കെ പറഞ്ഞാലും എന്റെ അപ്പനും ആങ്ങളമാരുവാ. അവരെ നോവിച്ചാ എനിക്ക് നോവും കേട്ടോ. എനിക്കങ്ങനെ ആരെയും നോവിക്കണമെന്നൊന്നുമില്ല. പിന്നെ ഇങ്ങാട് ചോണ്ടാൻ വന്നാൽ അങ്ങാട് ചോണ്ടത് നാട്ടു നടപ്പായതുകൊണ്ട് ചോണ്ടിപ്പോണത്. നിന്റെ അപ്പനാട് പറയും ഇങ്ങാട്ട് ചോണ്ടായിരിക്കും. അപ്പൊ നമ്മ അങ്ങാട്ട് ചോണ്ടായിരിക്കും. നമ്മൾ ഇങ്ങാട്ട് ചോണ്ടാൻ വന്നാൽ നമ്മ അങ്ങാട്ട് ഒന്നുമില്ലേ? നിന്റെ അപ്പൻ പോടാ.
ഞങ്ങളുടെ തെക്കേങ്ങരയിലെ കുരിപ്പുകളാണ് നിന്റെ അപ്പം പറഞ്ഞിട്ടിരിക്കല്ലേ. സത്യം പറഞ്ഞാൽ നിങ്ങൾ രണ്ടു കൂട്ടരുടെ ഇടയിൽ കിടന്ന് ശ്വാസം മുട്ടുന്നത് ഈ ഞാനാ. നിനക്ക് ശ്വാസം മുട്ടലിന്റെ സൂക്കേടുണ്ടെങ്കിൽ ഹൈദരാബാദിൽ പോയി ഒരു മീമുണും കടി, അല്ലെങ്കിൽ ഇവിടുത്തെ വക്കീൽ പണി നിർത്തി എവിടെയെങ്കിലും പോയി ചൊറി കുത്തും. എന്റെ ഈശോയെ, ഇവിടുത്തെ വക്കീൽ പണി ഉപേക്ഷിക്കാനോ? ഇതുപോലെ നിത്യേന ഒരു തല്ലുകേസ് ഉണ്ടാക്കി തരുന്ന ഒരു ക്ലയന്റിനെ ഭൂലോകത്ത് എവിടെ കിട്ടാനാ? ക്രിമിനൽ കേസുകളുടെ അക്ഷയ പാത്രയല്ലേ കുരിശ് വീട്ടിൽ വാവാ. ഈ വാവ ഉള്ളതുകൊണ്ട് ഈ വക്കീലും കോടതിയൊക്കെ കഴിഞ്ഞു കൂടുന്നു. കഴിഞ്ഞ പോലെ നിനക്ക് ഫീസായിട്ട് തന്ന കാശുണ്ടായിരുന്നെങ്കിലേ ഇതുപോലെ ഒരു പറമ്പ് വേറെ മേടിക്കായിരുന്നു. ഇനിയിപ്പൊ കുരിശുപള്ളി പെരുന്നാൾ വരെയല്ലേ, നിനക്ക് കേസിന്റെ ചാകര ആയിരിക്കുമല്ലോ ചാകര. ഈ കാശൊക്കെ നീ എന്ത് കാണിക്കാണ്? എല്ലാം സ്വരുക്കൂട്ടി വെച്ചിരിക്കാം. കല്യാണം ആലോചിച്ച് ഏതെങ്കിലും ഒരു പോത്തം വരുമ്പോ എണ്ണി കൊടുക്കണ്ടേ? പണി നമ്മക്കിട്ടാണ്. അതിന് വാവ പോത്തനാണോ? നാട്ടുകാരങ്ങനെ ഇരട്ട പേര് വിളിക്കെങ്കിലും ഈ പോത്തം വാവ ഒരു പോത്തനാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. മോളെ ഗ്ലാഡിസേ, കളി വാവേനോട് വേണ്ടട്ടാ. ദേ ഒക്കത്തൊരു കുഞ്ഞുവാവ വരും, വൃത്തികെട്ട പോത്തൻ. ഒരു ഞോണ്ടി ഞോണ്ടിയാണല്ലോ. എന്താടാ മാറാമ്പല പിള്ളേരെ എനക്ക് പണി തന്ന നല്ല സ്നേഹമുള്ള പിള്ളേരാണ്. കല്ലെറിഞ്ഞിട്ട് ഒരെണ്ണം പോലും പുറത്തേക്ക് പോയില്ല. എല്ലാം എന്റെ തലക്കനുണ്ട്. പിന്നെ അവനെനിക്കൊരു പേരിട്ട് പുതിയത്. എന്താണ്? കരിവണ്ടെന്ന്. കരിവണ്ട് കൊള്ളാവല്ല, മാറാമ്പലേക്കാൾ നല്ല പേര് കരിവണ്ടാണ് കേട്ടാ. ചായപ്പൻ ചേട്ടാ, കുരുത്തല വെട്ടാൻ മറക്കണ്ട. നാളെ പെരുന്നാളിന്റെ പ്രസേന്തിയ വായിക്കുന്ന ദിവസം. അമ്പ് പെരുന്നാളിന്റെ പ്രസിദ്ധേന്തി വാഴ്ച നടത്താൻ പോവുകയാണ്. ഈ മെഴുകുതിരി കൈമാറിക്കൊണ്ട് കുരിശു വീട്ടിൽ വാവയെ ഈ വർഷത്തെ പ്രസിദ്ധേന്തിയായി വാഴിക്കുന്നു. വാഴിക്കാൻ വരണ്ടേ അച്ചോ? ദയവ് ചെയ്ത് കർമ്മങ്ങൾക്ക് തടസ്സം ഉണ്ടാക്കരുത്. തടസ്സം ഞങ്ങൾ പ്രത്യേകിച്ച് ഉണ്ടാക്കേണ്ട കാര്യമില്ല അച്ചോ. അല്ലാതെ തന്നെ തിരുക്കർമ്മങ്ങൾക്ക് തടസ്സമുണ്ട്. ഇന്നേ വരെയുള്ള ഈ പള്ളിയുടെ ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ ക്രിസ്തീയ ആചാരത്തിലും വിശ്വാസത്തിലും ജീവിച്ചവർ മാത്രമേ ഇവിടെ പെരുന്നാൾ നടത്തിയിട്ടുള്ളൂ. അല്ലാത്തവർ പെരുന്നാൾ നടത്തുന്ന ഒരു പാരമ്പര്യം ഇവിടെ ഉണ്ടായിട്ടില്ല. അതിനിപ്പോ ഇവിടെ എന്താ തടസ്സം? കുരിശു വീട്ടിൽ വാവയെന്ന് പറഞ്ഞു കിടക്കുന്ന ഇവൻ ക്രിസ്ത്യാനിയാണ്. എന്താ വക്കച്ച, കുരിശു വീട്ടിലെ വക്കീലമ്മയുടെ മോൻ ക്രിസ്ത്യാനിയാണോ? കുരിശു വീട്ടിലെ മറിയാമ്മ വക്കീല് പെറ്റതുകൊണ്ട് മാത്രം ഒരുത്തൻ ക്രിസ്ത്യാനിയാവില്ല ചോ. അച്ഛന് സഭാ നിയമങ്ങളൊക്കെ അറിയാവുന്നതല്ലേ. ഒരുത്തൻ ക്രിസ്ത്യാനിയാകണമെന്നുണ്ടെങ്കിൽ അവൻ മാമോദിസ മുങ്ങിയിരിക്കണം. ഇവൻ ഇന്ന് വരെ മാമോദിസ മുങ്ങി ക്രിസ്തുമതം സ്വീകരിച്ചിട്ടില്ല. അച്ഛൻ ഈ ഇടവകയില് പുതിയ ആളായതുകൊണ്ട് പഴയ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. സംശയം ഉണ്ടെങ്കിൽ പള്ളിയിലെ രജിസ്റ്റർ എടുത്ത് പരിശോധിച്ച് നോക്ക്. അച്ഛൻ അറിയോ, ഇവർ ഈ വാവയെ ഒരു ജാതിയിലും പെടുത്താതെ വെറും മൃഗത്തെ പോലെ വളർത്തുക. അതിന് കാരണമുണ്ടല്ലോ. പണ്ട് ഹൈക്കോടതിയിൽ ഒരു കേസ് ഉണ്ടായിരുന്നു. പ്രസിദ്ധ സംഗീതജ്ഞനായ മേപ്പത്തൂർ വിഷ്ണു നമ്പൂരിയും കുരിശു വീട്ടിൽ മറിയാമ്മയും വിവാഹബന്ധം വേർപിരിയുന്ന കേസ്. പ്രണയം മൂത്ത് ജാതിയും മതവും മറന്ന് വിവാഹം കഴിച്ചവർക്ക് ഒരു കുഞ്ഞുണ്ടായപ്പോ എവിടുന്നോ തലപൊക്കി ജാതി ചിന്ത. കൊച്ചിനെ ക്രിസ്ത്യാനിയാക്കി വളർത്തണോ നമ്പൂരിയാക്കി വളർത്തണോ എന്ന് പറഞ്ഞ് രണ്ട് വീട്ടുകാരും തമ്മിൽ ആടിയും വെട്ടും കുത്തും ഒക്കെയായി അവസാനം കേസ് കോടതിയിൽ പോയി. കുട്ടിക്ക് പ്രായപൂർത്തിയായി കഴിയുമ്പോൾ ഏത് ജാതി സ്വീകരിക്കണമെന്ന് അവന് സ്വയം തീരുമാനിക്കാം. അതുവരെ അവൻ അമ്മയുടെ സംരക്ഷണയിൽ കഴിഞ്ഞോട്ടെ എന്നായിരുന്നു കോടതി വിധി. പക്ഷെ പ്രായപൂർത്തിയായി ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും വാവ ഒരു ജാതിയും സ്വീകരിച്ചിട്ടില്ല. പ്രസവിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളെ എല്ലാവരും ഓമനിച്ച് വാവയെന്ന് വിളിക്കും. ആ പേരേ ഇവനും കിട്ടിയിട്ടുള്ളൂ. അല്ലാതെ സ്വന്തമായിട്ട് ഒരു ജാതിയോ പേരോ ഒന്നും ഇവനില്ല. അതല്ലേ നാട്ടുകാരവനെ പോത്തനെന്ന് വിളിക്കുന്നത്. ഉത്സവമായ അമ്പലത്തില് കാവടി എടുക്കാൻ പോകും. പള്ളിപ്പെരുന്നാൾ വന്നാ കുരിശെടുക്കാനും വരും. ആദ്യം അവൻ ക്രിസ്ത്യാനിയാണോ ഹിന്ദു ആണോ തീരുമാനിക്കട്ടോ, എന്നിട്ടാവാം പെരുന്നാൾ നടത്തല്. എന്റെ ചേട്ടത്തിയാരെ ഇപ്പൊ നിന്ന് ഒരുക്കിട്ട് ഒരു കാര്യമല്ല. ഇതൊക്കെ ആയ കാലത്ത് ഓർക്കണമായിരുന്നു. പള്ളിയും പട്ടക്കാരനെയൊക്കെ മറന്ന് തൊലി വെളുപ്പുള്ള നമ്പൂതിരിച്ചനോടെ പൊറുതിക്ക് പോയപ്പോ ഓർക്കണമായിരുന്നു. വെറുതെ നിന്ന് നാണം കെടാതെ ഈ അഡ്രസ് ഇല്ലാത്ത മുതലിനെ കൊണ്ട് പോവാൻ നോക്ക്. പോത്തമ്പാവ ഒന്നും കൂടി പോത്തനായെന്ന് കരുതിയാ മതി. ചെല്ലേ, കുരിശു വീട്ടിൽ ചെന്ന് അമ്മയുടെ മടിയിൽ പാലും കുടിച്ച് ഉറങ്ങാൻ നോക്ക്. പള്ളിപ്പെരുന്നാൾ നടത്താൻ നല്ല എണ്ണം പറഞ്ഞ തറവാടികളുണ്ട് ഇവിടെ. അല്ലാതെ കണ്ട നമ്പൂതിരിക്ക് പിഴച്ചുണ്ടായനൊന്നും ഇവിടെ പള്ളിപ്പെരുന്നാൾ നടത്തണ്ട.
തൂക്കി പുഴയിലെറിയടാ. തല്ലും കണ്ട് രസിച്ചിരിക്കാതെ ഒന്ന് പോയി പിടിച്ചു മാറ്റു സാറേ. പള്ളി പ്രശ്നത്തിൽ പോലീസ് ഇടപെട്ടു എന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടാവും. ഒരു പ്രശ്നമില്ല, ഞാനല്ലേ പറയുന്ന, ഒന്ന് പിടിച്ചു മാറ്റൂ. മാറ്റോ? ഒന്ന് നിർത്താൻ പറ. ഉണ്ണിയാളിനെ ഓർത്തൊന്ന് നിർത്താൻ പറ. മതി. വഴക്ക് വേണ്ട. വാവയുടെ കാര്യത്തിലല്ലേ നിങ്ങൾക്ക് തർക്കമുള്ളൂ. വാവ പ്രസിദ്ധേന്തി ആവുന്നില്ല. പകരം കുരിശു വീട്ടിൽ മറിയാമ്മ പ്രസിദ്ധേന്തി ആവും. വേണ്ടച്ചോ, എന്റെ മോനെ വാഴിക്കാത്ത പെരുന്നാള് എനിക്കും വേണ്ട. അങ്ങനെ ചെയ്താ ഇവിടുത്തെ പുണ്യാളം പോലും അത് പൊറുക്കൂല. വാ മോനെ. ഇൻസ്പെക്ടർ, നിയമം കയ്യിലെടുത്തതിന് എന്നെ മോനെ നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാം. അല്ല മാഡം, IPC സെക്ഷൻ 323, 324 വോളണ്ടറിലി കോസിംഗ് ഹർട്ട്. ഡ്യൂട്ടിയിലുള്ള ഓഫീസറെ കയ്യേറ്റം ചെയ്തതിന് സെക്ഷൻ 353. അമ്മ പറഞ്ഞ കേട്ടില്ല സാറേ. ധൈര്യമായിട്ട് വിലങ്ങ് വെച്ചോ, ഞാനല്ലേ പറയണത്. സാറേ ഒരു മിനിറ്റ്, ലാഡി സോക്കില്ലേ ഒരു കച്ചിട്ട് എഴുതി കൊടുക്കാനായിട്ട് പുറകെ സ്റ്റേഷനിലായിട്ട് വന്നേക്കണം കേട്ടാ. കുരിശു വീട്ടുകാരുടെ പ്രസേന്തി വായിച്ചതേ ഇതുപോലെ ഗംഭീരമാക്കി തന്നതിന് നന്ദിയുണ്ട് കേട്ടാ പുലിക്കാട്ട് മക്കളെ. പക്ഷേ പുലിക്കാട്ട് മക്കൾ ഒരു കാര്യം ആലോചിക്കണം. നിങ്ങളോട് കളിച്ച് ജയിച്ചത് ഈ വാവയാണെങ്കിൽ ഈ വാവ പെരുന്നാൾ നടത്തിയിരിക്കും. അല്ലെങ്കിൽ മാമോദീസ മുങ്ങിട്ടാണെങ്കിൽ അങ്ങനെ. മാമേ വണ്ടി എടുക്കണ പോളച്ചാ. മാമോദിസ മുങ്ങൊന്ന് വിളിച്ചു പറയാൻ നിന്നോട് ആരാ പറഞ്ഞത്? പുലിക്കാട്ടുകാരെ തോൽപ്പിക്കാൻ വേണ്ടി നീ എന്തും വിളിച്ചു പറയോ? എന്നാ ഞാൻ പറയുന്നു, തൽക്കാലം നീ മാമോദിസ മുങ്ങുന്നില്ല. അങ്ങനെ ആരെങ്കിലും തോൽപ്പിക്കാൻ വേണ്ടി സ്വീകരിക്കുന്നതാവരുത് ക്രിസ്തുമതം. ഇത്രയും കാലമായിട്ടും നിന്നോട് ഇതുവരെ ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല നീ ക്രിസ്ത്യാനിയായി ജീവിക്കണമെന്ന്. എന്താ കാര്യം? എന്റെ ജാതിയിലേക്ക് നിന്നെ വലിച്ചഴച്ചെന്ന് നിന്റെ അച്ഛനോ വീട്ടുകാർക്കോ തോന്നാൻ പാടില്ല. ഒരു ജാതിയുമില്ലാതെ വെറും പച്ച മനുഷ്യനായിട്ടാ വാവ ഇതുവരെ വളർന്നത്. എന്നാ എല്ലാ മതക്കാരോടും അടുപ്പമുണ്ട് താനും. പക്ഷെ ഏതെങ്കിലും ഒരു മതം മതി രണ്ടും കൂടെ എടുത്താൽ പൊങ്ങിയല്ലെന്ന് നാട്ടുകാർ പറഞ്ഞാൽ പിന്നെ വാവ എന്ത് ചെയ്യും? അത് മാത്രമല്ല, ഇക്കണ്ട ആൾക്കാരെ മുമ്പിച്ച് വാവേനെ അമ്മേനെ ആക്ഷേപിച്ച് പറഞ്ഞ അവനോട് ചോദിച്ചില്ല പിന്നെ വാവ മീശയും വെച്ച് ആണെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? എനിക്ക് പെരുന്നാൾ നടത്തണം. ഒന്ന് പറകളാടീസേ. ഓ സീനിയർ വക്കീലിനെ കണ്ടപ്പോ ജൂനിയർ വക്കീലിനെ വാ അടഞ്ഞു പോയായിരിക്കും. തുറന്നല്ല. ഏത് മതം സ്വീകരിക്കുന്നതും അതിലുള്ള വിശ്വാസം കൊണ്ടായിരിക്കണം, അല്ലാതെ വാശി തീർക്കാൻ വേണ്ടി ആകരുതെന്ന വക്കീലമ്മ പറയുന്നത്. അയ്യേ, വാശി തീർക്കാൻ വേണ്ടിയല്ലമ്മേ. കുറെ നാളായിട്ട് ഞാൻ ക്രിസ്ത്യാനിയാകാൻ വേണ്ടിട്ട് ഇങ്ങനെ ആഞ്ഞു നടക്കല്ലേ. എന്റെ ദൈവമായ കർത്താവേ, ഞാൻ അഭയം കാണുന്നു. എന്നെ വേട്ടയാടുന്നില്ലെന്ന് എന്നെ കാത്തിരക്ഷിക്കണമേ, അല്ലെങ്കിൽ അവരെന്നെ സിംഹത്തെ പോലെ കഴിച്ചു കീറും. സങ്കീർത്തനം 7-ാം അധ്യായം. ദൈവവുമായി നമ്മിതിലായി നീ സമാധാനത്തിൽ കഴിയാപ്പോ നിനക്ക് നന്മ വരും. അവിടുത്തെ അധരങ്ങളിൽ നിന്ന് മാത്രം നീ ഉപദേശം സ്വീകരിക്കുക. ജോബിന്റെ പുസ്തകം 22-ാം അധ്യായം. ഒക്കെ ഞാൻ പഠിച്ചോണ്ടിരിക്കണമേ. എനിക്ക് പെരുന്നാൾ നടത്തണം. ഒന്ന് പറകൾ അടിച്ചപ്പോ. ഇത്രയും കാലം നിന്നെ വളർത്തിയത് ഞാനായതുകൊണ്ട് എനിക്ക് നിന്റെ മേൽ ഒരുപാട് സ്വാധീനമുണ്ട്. പക്ഷേ ഒരു മതം സ്വീകരിക്കാൻ അതൊരു കാരണമാകാൻ പാടില്ല. നീ മാമോദിസ മുങ്ങുന്നത് ഒരിക്കലും ഈ അമ്മയ്ക്ക് വേണ്ടിയാകരുത്. അമ്മക്ക് വേണ്ടി അമ്മ മുങ്ങി കഴിഞ്ഞതാണല്ല, ഞാൻ മുങ്ങാൻ പോണത് എനിക്ക് വേണ്ടിയാണ്. ഒരു മതമില്ലാത്തതുകൊണ്ട് ഒരുപാട് അനുഭവിച്ചവനാണേ. മതത്തിന്റെ ഓളം പൂരിപ്പിക്കാനില്ലാത്തതുകൊണ്ട് പള്ളിക്കൂടത്തിൽ ചേരാൻ പറ്റാതെ വീട്ടിലിരുന്നല്ലേ പഠിച്ചത്. പിന്നെ പരീക്ഷയ്ക്ക് ജയിക്കുക തോക്കൊന്നുള്ള പേടി വേണ്ടായിരുന്നു. നല്ല പ്രായത്തിൽ നല്ല കുടുംബത്തിൽ നിന്ന് പെണ്ണ് ചോദിച്ചപ്പോ ജാതിയുടെ കാര്യം പറഞ്ഞപ്പോ പണിവാളി. ഒന്നേ ക്രിസ്ത്യാനിയായിട്ട് വാ, അല്ലെങ്കിൽ ഹിന്ദു ആയിട്ട് വാ. അവർക്ക് ഹിന്ദുസ്ഥാനിനെ വേണ്ടെന്ന് പറഞ്ഞു. നാട്ടുകാർ പിന്നെ പോത്താന്ന് വിളിക്കാതിരിക്കുവോ? വാവ പോത്ത് തന്നെയാണ്, വെറും പോത്തൻ.
അച്ഛന്റെ അമ്മയുടെ വഴക്ക് മാറി അവർ ഒന്നിക്കുമ്പോ ജാതി തീരുമാനിക്കാന്ന് വിചാരിച്ച പോപ്പൻ. അമ്മ നിന്നെ വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല. നിന്റെ ആഗ്രഹം പോലെ എന്താന്ന് വെച്ചാ നീ ചെയ്തോളൂ. പക്ഷേ അതിനു മുൻപ് ഒരാളുടെ സമ്മതം കൂടി വാങ്ങണം. നിന്റെ അച്ഛന്റെ. ഓ പിന്നെ ഭാര്യയും മകനെയും തിരിഞ്ഞു നോക്കാത്ത എന്റെ അച്ഛന്റെ അനുവാദം വാങ്ങിക്കാൻ എനിക്ക് ഭ്രാന്തല്ലേ. ഏത് മതം വേണമെന്ന് സ്വീകരിച്ചോളം കോടതി എന്നോട് പറഞ്ഞിട്ടുള്ളതാ. ഞാനിപ്പതേ ക്രിസ്തുമതം സ്വീകരിക്കാൻ പോണ. അതിനെ എന്റെ നമ്പൂരി അച്ഛന്റെ അനുവാദം വേണ്ട, പള്ളിയിൽ അച്ഛന്റെ അനുവാദം മതി, എന്റെ അമ്മയുടെ അനുവാദം മതി, കർത്താവിന്റെ അനുവാദം മതി, അമ്മയുടെ ഭർത്താവിന്റെ അനുവാദം വേണ്ട. വേറെ പണി നോക്കമ്മേ. ഡാ, ഏതു കോടതിയേക്കാളും വലുത് ജന്മം നൽകിയ അച്ഛനാ. ഓ, അതായിരിക്കും ഉപേക്ഷിച്ച് കളഞ്ഞത്.